അങ്ങനെ അവസാനം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതിയായിട്ടുള്ള അഫാനെ സ്വന്തം ഉപ്പയുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്തു. തന്റെ ഇളയ മകനെയും അനുജനെയും ഇല്ലാതാക്കിയ മൂത്ത മകനെ ഒരു കാരണവശാലും കാണരുതെന്ന് ആഗ്രഹിച്ച ഉപ്പാന്റെ മുന്നിലേക്ക് അഫാനെ കൊണ്ടുവന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ തകർന്നു പോയി. നീ എല്ലാം തകർത്തില്ലേടാ എന്നായിരുന്നു അഫാനെ കണ്ടപ്പോൾ ആദ്യം ആ മനുഷ്യൻ ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ട് തകർന്ന അവസ്ഥയിലായിരുന്നു അഫാന്റെ ഉപ്പയായിട്ടുള്ള അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആ പാവം മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ അഫാനും ഉപ്പയും തമ്മിലുള്ള എങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് പോലീസുകാരുടെ ഒരു തന്ത്രമായിരുന്നു. കാരണം ഉപ്പാന്റെ മുന്നിലേക്ക് അഫാനെ കൊണ്ടുവന്നു കഴിഞ്ഞാണെങ്കിൽ ഉപ്പാനെ കാണുമ്പോൾ അഫാൻ പല സത്യങ്ങളും തുറന്നു പറയല്ലോ. അതുവഴി അഫാൻ ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി അറിയാൻ സാധിക്കും. അതിനും കൂടി വേണ്ടിയായിരുന്നു കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടും അബ്ദുൾ റഹീമിനെ അഫാന്റെ മുന്നിലേക്ക് പോലീസുകാർ എത്തിച്ചത്. എന്തായാലും അതുവഴി ഒരുപാട് സത്യങ്ങൾ പുറത്തു വന്ന് കേട്ടു. അഫാൻ ഉപ്പാനെ കണ്ടപ്പോൾ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മെയിനായിട്ടോട് അഫാൻ പറഞ്ഞത് വൻ സാമ്പത്തിക ബാധ്യത തന്നെയാണ് തന്നെ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് തന്നെയാണ്. ഇതിനെല്ലാറ്റിനും കാരണക്കാരി അഫാന്റെ ഉമ്മയായിട്ടുള്ള ഷെമി തന്നെയായിരുന്നു. അവരാണ് ശരിക്കും പറഞ്ഞാൽ അഫാൻ ഇങ്ങനെ ആക്കിയത്. വളരെ മോശം രീതിയിലായിരുന്നു അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തിക അച്ചടക്കവും ഇല്ലാതെയായിരുന്നു ആ ഉമ്മ രണ്ട് ആൺമക്കളെയും വളർത്തിയിരുന്നത്. നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സ്മൂത്ത് ആയി പോകുന്നത്, അല്ലേ? കയ്യിൽ 100 രൂപയുള്ളൂ എങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. 10,000 ഉള്ളൂ എങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വരവിനേക്കാളും കൂടുതൽ ഇവർക്ക് ചെലവായിരുന്നു. ഇവരുടെ ഉപ്പ അബ്ദുൾ റഹീം ഗൾഫിൽ നിന്നും വളരെ മിച്ചം പിടിച്ചയക്കുന്ന പണം ഇവരുടെ ചെലവിന് തികയില്ലായിരുന്നു. കാരണം അത്രയ്ക്കും ഹൈ ആയിരുന്നു ഇവരുടെ ലിവിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പൊറോട്ടയും ചിക്കനും മന്തിയും ഒക്കെ ഇവർ കഴിക്കത്തുള്ളൂ. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള വരുമാനം ഉണ്ടെങ്കിൽ എപ്പോഴും ഇത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും ഇല്ല. കയ്യിൽ പൈസ ഇല്ലാതിരുന്നിട്ടും ലാവിഷ് ലൈഫായിരുന്നു ഇവരുടെ. കയ്യിലുള്ള പണം തീർന്നാലും കടം മേടിച്ചെങ്കിലും ഇവർ ഈ ജീവിതം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങി. അതിനിടയിൽ ഇവർ പല സാമ്പത്തിക തിരിമറികളും നടത്തി. അതോടെ കടത്തിന് മുകളിൽ കടമായി. അപ്പോഴും ഇവരുടെ ലാവിഷ് ലൈഫിന് ഒരു കുറവും വരുത്തിയില്ല. അത് പിന്നെ അങ്ങനെ ആണല്ലോ. ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങ് ശീലിച്ച് കഴിഞ്ഞാണെങ്കിൽ അത് അത്ര പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. എന്തായാലും ഇതിനെല്ലാം എടുക്ക് കടത്തിന് മേൽ കടക്കണിയിൽ നിൽക്കുന്ന സമയത്ത് അഫാൻ 1 ലക്ഷത്തിന് മുകളിലുള്ള ഫോണും ബൈക്കും എല്ലാം മേടിച്ചു. ഇതും ഇവര് കടം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനിടയിൽ കൊടുത്ത പണം തിരിച്ചു നൽകാതായതോടെ പലരും കടം കൊടുക്കുന്നത് ഇവർക്ക് നിർത്തി. പക്ഷെ എന്നിട്ടും ഇവർ വലിയ ബ്ലേഡ് പലിശയ്ക്ക് പോലും പണം വാങ്ങാൻ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇവരുടെ ലാവിഷ് ലൈഫ് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണല്ലോ. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ഒരാൾക്ക് 50,000 രൂപ വാങ്ങിച്ചത് തിരികെ കൊടുക്കേണ്ട ദിവസം വരുന്നത്. അഫാന്റെ ഉമ്മാന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അങ്ങനെ ഒരുപാട് ആലോചിച്ച് അഫാൻ ഒരു വഴി കണ്ടെത്തി. ഉമ്മാൻ ഒരു കുടുംബക്കാരുടെ വീട്ടിൽ പോയി പണം ചോദിച്ചാലോ എന്ന് അഫാൻ കരുതി. അങ്ങനെ അഫാൻ പോക്കറ്റിൽ തപ്പി നോക്കിയ സമയത്ത് തലേ ദിവസം കാമുകിയായിട്ടുള്ള ഫർസാന നൽകി ഒരു 200 രൂപ ആ പോക്കറ്റിൽ നിന്ന് കിട്ടി. അങ്ങനെ അതിൽ 100 രൂപ എടുത്ത് തന്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ചുകൊണ്ട് ഉമ്മാനെയും കൂട്ടി നേരെ ബന്ധു വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അവരോട് നല്ലൊരു തുക കടം ചോദിച്ചു. പക്ഷെ അവരത് കൊടുത്തില്ലെന്ന് മാത്രമല്ല അഫാനെയും ഉമ്മ ഷെമിയെയും അപമാനിച്ച് വിടുകയും ചെയ്തു. അതോടെ 50,000 തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ വഴികളും അഫാന്റെയും ഷെമിയുടെയും മുന്നിൽ അടഞ്ഞു. അഫാന്റെ മനസ്സിനെ നിയന്ത്രണം വിട്ടു. അതിനിടയിൽ ബന്ധു വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഫർസാന തന്ന 200 രൂപയിൽ ബാക്കി മിച്ചം വരുന്ന 100 രൂപയ്ക്ക് ഷെമിയും അഫാനും കൂടി ഒരു ദോശക്കടയിൽ കയറി ദോശയും കഴിച്ചു. അതോടെ കയ്യിലുള്ള 100 രൂപയും തീർന്നു. എന്തായാലും വീട്ടിലെത്തി അഫാൻ ചിന്തിച്ചത് നാളെ 50,000 രൂപ കടക്കാരൻ വരുമ്പോൾ തിരിച്ചു കൊടുക്കാൻ എവിടുന്നാണ് പണം? അഫാൻ മനസ്സിൽ ഉറപ്പിച്ചു ഇനി എല്ലാവരെയും കൊന്ന് ജീവിതം അങ്ങ് അവസാനിപ്പിക്കാമെന്ന്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഉമ്മയായിട്ടുള്ള ഷെമിയുടെ കഴുത്തിൽ ഷോള് മുറുക്കി. അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പിച്ച് അഫാൻ തിരിച്ചു പോകുമ്പോൾ ജീവന്റെ ഒരു കണിക ഷെമിയിൽ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഉമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് നീണ്ട കൊലയായിരുന്നു. അതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അഫാന്റെ വല്യമ്മ, അനിയന്, എളാപ്പന്റെ ഭാര്യ, പിന്നെ കാമുകി തുടങ്ങി ഈ 5 പേരെയും കൊലപ്പെടുത്തി കളഞ്ഞു. ഇതെല്ലാം അഫാൻ ഉപ്പാന്റെ മുന്നിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു അഭ്യൂഹം പരന്നിരുന്നു അഫാൻ എന്തോ മാർക്കോ സിനിമ കണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന്. ഈ വാദത്തെ എല്ലാം പോലീസ് അപ്പാട് നിരസിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും കൂടി അഫാൻ നടത്തിയിരുന്നു. താൻ ഇതുവരെ കൊന്ന 5 പേരെയും കൂടാതെ വേറെ 2 പേരെയും കൊലപ്പെടുത്താൻ അഫാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അവസാന നിമിഷം പിൻവാങ്ങി. അതിനുള്ള കാരണവും അഫാൻ പറയുന്നുണ്ട്. അതായത് അവസാനമായി തന്റെ പ്രിയപ്പെട്ട തന്റെ അനുജനെ അഫാൻ കൊല്ലുന്ന സമയത്ത് തന്റെ കുഞ്ഞനുജൻ തന്റെ കൺമുന്നിൽ നിന്ന് പിടഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ അഫാന്റെ മനസ്സങ്ങ് മാറി. അവന്റെ ഉള്ളൊന്ന് പെടയാൻ തുടങ്ങി. അവന്റെ ഉള്ളിലുള്ള മനോധൈര്യം അങ്ങ് ചോർന്നു പോയി. അതോടെ അഫാൻ മറ്റുള്ളവരെ കൊല്ലാനുള്ള പദ്ധതികളെല്ലാം ഉപേക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു. ഇനി കൊല്ലാൻ ഉദ്ദേശിച്ച 2 പേർ ആരൊക്കെയാണെന്നും അഫാൻ പറയുന്നുണ്ട്. ഒന്ന് ഉമ്മാന്റെ ബന്ധുവായിട്ടുള്ള സ്ത്രീയും പിന്നെ അവരുടെ മക്കളും. അവരോട് പണം കടം ചോദിച്ചു, പക്ഷെ അവർ നൽകിയില്ല. അങ്ങനെ മനസ്സിൽ വിദ്വേഷം വന്ന് കൊല്ലാൻ പദ്ധതി ഇട്ടു എന്നാണ് അഫാൻ പറയുന്നത്. ഇനി ആ ബന്ധു തന്നെയാണോ തലേ ദിവസം അഫാൻ അപമാനിച്ചു വിട്ട ബന്ധു? മേ ബി ആകാം, അല്ലേ? അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതേ ബന്ധുവിൽ നിന്നും മുമ്പ് വലിയൊരു തുക കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ വാങ്ങിയ തുകയെക്കാളും ഇരട്ടി പലിശ ഈടാക്കി. അതും അഫാൻ അവരോട് വിദ്വേഷം വർദ്ധിക്കാൻ കാരണമായി. ഈ പലിശ ഇടപാടുകളൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതം എത്രത്തോളം നശിപ്പിക്കുന്നു എന്നത് നിങ്ങൾ നോക്കൂ. പക്ഷെ എന്തോ അനിയന്റെ മരണം കണ്ടപ്പോൾ അഫാന്റെ മനമാറ്റം ഉണ്ടായത് കാരണം അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രം. ഇനി ഒരു പക്ഷെ അഫാൻ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇനി ഇറങ്ങുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാണെങ്കിൽ അവരുടെ ജീവനും കൂടി ഭീഷണി ഉണ്ടാകും. ഇനി അത് കൂടാതെ വേറൊരാളും കൂടി അഫാൻ കൊലപ്പെടുത്താൻ ഉദ്ദേശം ഉണ്ടായിരുന്നു, അഫാന്റെ അമ്മാവനെ. അതെല്ലാം അനിയന്റെ കൊലപാതക ശേഷം പിന്മാറുകയായിരുന്നു. എന്നിരുന്നാലും മുത്തശ്ശി സൽമാ ബീബി, പിതൃ സഹോദരൻ ലത്തീഫ്,
അവരുടെ ഭാര്യ റഷീദ, പെൺ സുഹൃത്ത് ഫർസാന, അനുജനായിട്ടുള്ള അഫ്സാൻ, പിന്നെ മാതാവായിട്ടുള്ള ഷെമി, അതുകൂടാതെ ബന്ധുവായിട്ടുള്ള 2 പേരടക്കം മൊത്തം 8 പേർ അഫാന് ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ 3 പേർ മാത്രമാണ് ഇന്ന് ജീവനോട് ഇരിക്കുന്നത്. ഇതെല്ലാം ഉപ്പാന്റെ മുന്നിൽ വെച്ച് അഫാൻ തുറന്നു പറയുമ്പോൾ ആ ഉപ്പാന്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഇനി എന്തിനു വേണ്ടിയാണ് എല്ലാ ജന്മം? തന്റെ ഒറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടു. പോറ്റി വളർത്തിയ ഒരു മകനാണെങ്കിലോ ഒരു കൊലപാതകയായി മുന്നിൽ നിൽക്കുന്നു. ഒരു ആയുസ് കൊണ്ട് അനുഭവിക്കാവുന്നതിലും അപ്പുറം ആ മനുഷ്യൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്തായാലും ഉപ്പയുമായിട്ടുള്ള അഫാന്റെ ആ കൂടിക്കാഴ്ച കൊണ്ട് മറ്റൊരു ഗുണം കൂടി ലഭിച്ചു. നമുക്കറിയാം അഫാൻ അറസ്റ്റ് ചെയ്തതിന് ശേഷം അഫാന്റെ സമീപനം എന്തായിരുന്നു എന്നുള്ളത്. വളരെ കൂസലോടായിരുന്നു അഫാന്റെ സമീപനം, അല്ലെ? ഈ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വളരെ കൂളായിട്ടായിരുന്നു അഫാൻ നടന്നിരുന്നത്. എന്നാൽ ഉപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ സമീപനത്തിനെല്ലാം മാറ്റം വന്നു. ഇപ്പൊ താൻ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം അഫാനെ നന്നായി അലട്ടി തുടങ്ങിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നമുക്ക് കേട്ടോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ തെറ്റുപറ്റിയെന്ന അഫാന്റെ കുറ്റസമ്മതം. ജയിൽ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ മനസ്സ് തുറന്നത്. മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്നും ആത്മഹത്യാ പ്രവണതയില്ല എന്നും അധികൃതരോട് മനസ്സ് തുറന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. എന്താണ് പറയുന്നത്? ഈ പ്രതി ഇപ്പോൾ താൻ തെറ്റ് ചെയ്തു എന്ന ബോധ്യത്തിലാണോ? സ്മൃതി, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ്. ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുക്കവേ അഫാന്റെ അടവ് നമ്മൾ കണ്ടതാണ്. ഈ ബാത്റൂമിൽ നിന്ന് ചാടുകയും താഴെ വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു. സെല്ലിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ താമസിച്ചുകൊണ്ടാണ് അഫാനെ കരുതലോടുകൂടി നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണത ഇല്ല എന്നുള്ളതാണ് ജയിൽ അധികൃതർ വിലയിരുത്തുന്നത്. എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല. കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നുള്ളതാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മാതാപിതാക്കളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ കാണണം, കണ്ട് മാപ്പ് പറയണം, തെറ്റുപറ്റിപ്പോയി, തന്റെ സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊലയിലേക്ക് നയിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരികയും ചെയ്തിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന മൊഴി അടക്കം അഫാൻ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ തന്നെ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്ന അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്നുള്ളതാണ്. എല്ലാ രീതിയിലും സഹകരിച്ച് നല്ലൊരു കുട്ടിയായി ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ്. തനിക്ക് ശിക്ഷ ലഭിക്കും, തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അഫാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തനിക്ക് രക്ഷപ്പെടാനാകുമോ, അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളിൽ ഉണ്ടാവുന്ന നടപടികൾ, കേസുകൾ എന്താണ്, അതിൽ ശിക്ഷ ക്രൂരത നാട് മറന്നിട്ടില്ല. അയാൾക്ക് അതിൽ കുറ്റബോധം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തെറ്റുപറ്റി എന്നൊരു ബോധ്യത്തോടു കൂടി അയാൾ ജയിൽ അധികൃതരോട് സംസാരിച്ചു എന്ന വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുകയാണ്. ശരി, ഇനിയിപ്പോ കുറ്റബോധം ഉണ്ടായിട്ട് എന്ത് കാര്യം? നശിപ്പിച്ച ജീവനുകൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ? ഒരിക്കലും ഇല്ലല്ലോ. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവിടെ അഫാന് നടപ്പാക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇതെല്ലാം കൊല്ലുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. ഒന്നും വേണ്ട, ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വയം അങ്ങ് ജീവൻ എടുക്കിയാൽ പോരായിരുന്നു. എന്തിനാണ് മറ്റുള്ളവർ കൊല്ലാൻ നിന്നത്? എന്തായാലും ഇപ്പൊ അഫാന് ജയിലിൽ നല്ല നടപ്പാണെന്നാണല്ലോ ഇപ്പൊ വരുന്ന റിപ്പോർട്ട്. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഇപ്പൊ നാളെ അഫാന് ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കും, അതല്ലെങ്കിൽ അഫാനെ വെറുതെ വിടുമെന്ന് കണ്ടെന്നെ അറിയേണ്ടി വരും. അല്ല, ഇവിടുത്തെ നിയമമായോണ്ട് പറഞ്ഞു പോയതാണ്. അധികം ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.